കൊല്ലം അഞ്ചുകല്ലും മൂട് പ്രവർത്തിക്കുന്ന കൊയിലോൺ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ് 3 കോടി രൂപ പറ്റിച്ചുവെന്ന പരാതി പോലീസിന് ലഭിക്കുന്നത്. കൊല്ലം വെസ്റ്റ് പോലീസിനാണ് ഈ പരാതി ലഭിച്ചത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സെക്രട്ടറി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതായി പോലീസിന് പ്രാഥമികമായി തെളിയുന്നത്. തുടർന്ന് 12 പരാതികളാണ് കൊല്ലം വെസ്റ്റ് പോലീസിന് ലഭിച്ചത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 1 ലക്ഷം രൂപ മുതൽ 45 ലക്ഷം രൂപ വരെ വിവിധ നിക്ഷേപകരിൽ നിന്നും അതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്നും ജോലി വാഗ്ദാനം ചെയ്തും അതുപോലെ തന്നെ നിക്ഷേപം വാഗ്ദാനം ചെയ്തും സെക്രട്ടറി തട്ടിയെടുത്തായുള്ള വിവരം ലഭിക്കുന്നത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനൊടുവിൽ ഈ സെക്രട്ടറി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഹൈക്കോടതി ഇക്കാര്യം മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചതോടെയാണ് കൊല്ലം വെസ്റ്റ് പോലീസ് ഇപ്പോൾ ഈ സെക്രട്ടറി കൂടിയായ ഗംഗയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗംഗയെ ഇപ്പോൾ കൊല്ലം വെസ്റ്റ് പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. കൂടുതൽ പരാതികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട നിരവധി പേരുടെ പരാതിയാണ് നിലവിൽ ഇപ്പോൾ പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുക. 7 കോടിയിലധികം ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിക്കുമെന്ന പ്രാഥമിക വിവരമാണ് പോലീസിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നത്. ഈ കോർപ്പറേറ്റീവ് സർവീസ് സംഘത്തിന്റെ സൊസൈറ്റിയുടെ സെക്രട്ടറി കൂടിയായ ഗംഗയെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഗംഗയും അതുപോലെ തന്നെ ഈ സൊസൈറ്റിയുടെ മറ്റ് മെമ്പർമാർക്കും ഇതിൽ പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനിയിപ്പോൾ കൂടുതൽ വിവരങ്ങൾ വരേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും തുടർ നടപടികളുമാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത്.